ആലപ്പുഴ പുന്നപ്പുറ തൂക്കുകുളത്ത് ഇന്നലെ രാത്രിയും കുറുവ മോഷണ സംഘം എത്തിയതായി സംശയം. ചിന്മയ സ്കൂളിന് സമീപം മോഷ്ടാവിനെ കണ്ടുവെന്ന് നാട്ടുകാർ പറയുന്നു. പിടികൂടാനുള്ള ശ്രമത്തിനിടെ ഒരു യുവാവിനെ ഈ കുറുവ സംഘം ആക്രമിച്ചതായും പരാതി ഉയരുന്നു. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. ഈ കുറുവ സംഘം പല സ്ഥലങ്ങളിലും കണ്ടു എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളത്തെ പറവൂരിലും ഇവരുടെ തല കണ്ടു എന്ന് പറയുന്നു. എന്താണ് ആലപ്പുഴയിലെ കാര്യം? SKN ഇന്നലെ പുലർച്ചെ 12:30 മോഷണമുണ്ടായത് തൂക്കുകുളത്ത് മാതൃഭൂമി പ്രിന്റിംഗ് പ്രസ്സിന് കിഴക്ക് ഭാഗത്ത് മനോഹരൻ്റെ വീട്ടിലാണ്. അവിടെ 2 പവൻ മാല നഷ്ടപ്പെട്ടു. അതിന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ തൂക്കുകുളത്തെ ചിന്മയ സ്കൂളിൻ്റെ കിഴക്ക് ഭാഗത്ത് അനസൂയ ഡോക്ടറിൻ്റെ വീടിൻ്റെ സമീപത്ത് വെച്ചാണ് ഒരാളെ ഇന്നലെ രാത്രി 11:30 അവിടെ ആ പ്രദേശത്ത് ഒരു ഹോട്ടലിൽ പോയി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഒരു ചെറുപ്പക്കാരൻ കണ്ടു എന്ന് പറയുന്നത്. അവിടെ വെച്ച് ബഹളമുണ്ടാക്കി കുറച്ച് ആളുകൾ അവിടെ കൂടി വന്നു. ഈ സമയത്ത് ശരീരം ആസകലം എണ്ണ തേച്ച് നിൽക്കുകയായിരുന്നു മോഷ്ടാവെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. അവിടെ ആ സമയത്ത് ഈ കള്ളനെ പിടിക്കാൻ, ഈ മോഷ്ടാവിനെ പിടികൂടാനായി അടുത്തേക്ക് എത്തിയ ഈ യുവാവിനെ അവിടെ വെച്ച് ആക്രമിച്ച് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഈ യുവാവ് ആലപ്പുഴ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ പേര്, മറ്റു കാര്യങ്ങളൊപ്പം തന്നെ ഈ കള്ളനെ കണ്ട ആളുകൾ ഇവരുടെയൊക്കെ തന്നെ പ്രതികരണം തേടേണ്ടതുണ്ട്. ആരാണ് ഈ മോഷ്ടാവ്, അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ മോഷ്ടാവ് തന്നെയാണോ എന്ന തരത്തിലുള്ള സംശയമുണ്ട്. പുന്നപ്പുറ പോലീസ് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി SKN ചോദിച്ചതുപോലെ വലിയ ഭീതി ഈ കുറുവ സംഘത്തെ സംബന്ധിച്ചുണ്ട്. പലരും നേരിട്ട് കണ്ടവരുണ്ട്. കുറുവ സംഘം അല്ലെങ്കിൽ മോഷ്ടാക്കൾ വന്നിട്ടുണ്ട്, മോഷണം നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ, മണ്ണഞ്ചേരി, കോമളപുരം, കായംകുളം, ചേർത്തല, തൂക്കുകുളം എന്നീ സ്ഥലങ്ങളിലാണ് ഏകദേശം ഒരാഴ്ചക്കിടെ 6-7 മോഷണ ശ്രമങ്ങളും അതിൽ കൂടുതലായിട്ടുള്ള മോഷണ ശ്രമങ്ങളും ഉണ്ടായത്. ഇപ്പോൾ നാട്ടുകാർ ഒരു പോലീസുമായി ചേർന്നുകൊണ്ടൊരു സമിതിയൊക്കെ രൂപീകരിച്ച് രാത്രി പ്രത്യേക സ്ക്വാഡ് ഉറങ്ങാതെ ആ നാട്ടിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന ചെറുപ്പക്കാരെ നിയോഗിച്ചുകൊണ്ട് രാത്രി ഉറങ്ങാതെ ഓരോ സൈറ്റുകളിലും ഈ നിരീക്ഷിക്കാൻ, ഇത്തരത്തിൽ മോഷ്ടാക്കൾ നാട്ടിലെത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ തന്നെ പുതിയതായി രൂപീകരിച്ച് പോലീസുമായി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ മണ്ണഞ്ചേരിയിലൊക്കെ തന്നെ അത്തരത്തിലുള്ള സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഓരോ ദിവസം കഴിയുമ്പോഴും പോലീസ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ശക്തമാക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു മോഷണം നടന്നതിന് തൊട്ടടുത്ത പരിസരത്ത് തന്നെ വീണ്ടും ഇത്തരത്തിൽ സാധാരണ മോഷ്ടാക്കളല്ലാതെ ഈ കുറുവ സംഘത്തിൻ്റെ തന്നെ രീതിയിലുള്ള മോഷണം നടത്തുന്ന, അതായത് ശരീരമാസകലം എണ്ണ തേക്കുക, അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണം ചെയ്യുക, ഇവർ അടുക്കള വാതിൽ പൊളിച്ച് തന്നെ അതേ രീതിയിൽ തന്നെ മറ്റു മോഷണം ചെയ്ത പോലെ തന്നെ അടുക്കള വാതിൽ കുത്തി തുറന്ന് വീടിനകത്ത് പ്രവേശിക്കുക, സ്ത്രീകളെ മാത്രം കേന്ദ്രീകരിച്ചാണ് ഇവർ ഇപ്പോൾ ഈ മോഷണങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അതായത് ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളുടെ മാല അപഹരിക്കുക, അങ്ങനെ. പക്ഷേ അക്രമ സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതിന് ഈ മോഷ്ടാക്കൾക്ക് പിന്നാലെ ആരും പോയ സംഭവം ഇതുവരെ ഇല്ലായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് ഇതുപോലെ മോഷ്ടാവിനെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ ഇയാൾ കുതിര ഓടുന്നതിന് മുൻപ് ഈ അക്രമം, അതായത് ഈ യുവാവിനെ ആക്രമിച്ച് പോയി എന്നുള്ളൊരു വിവരം ലഭ്യമായിട്ടുള്ളത്. എന്തായാലും പുന്നപ്പുറ പോലീസിന് സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. നാട്ടുകാരൊക്കെ തന്നെ പലരും ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. പലരും ഈ മോഷ്ടാവിനെ പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് ആ ഭാഗത്തൊക്കെ എത്തിയാൽ കുറച്ചുകൂടി വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും. SKN. ഓക്കെ, താങ്ക് യു മനീഷ് മഹിവാൽ.